ഹലോ അസ്സലാമു അലൈക്കും. ഇന്നൊരു ഡേ മൈ ലൈഫാണ് കേട്ടോ ചെയ്യുന്നത്. അതിതാ ഞാൻ എണീറ്റ തന്നെ ബ്രഷൊക്കെ ചെയ്തു. പിന്നെ ഇതാ ഈ പാത്രത്തിലുള്ള വെള്ളത അത് രാവിലെ എണീറ്റ പാടെ തന്നെ എനിക്ക് കിട്ടണം. അത് കുടിച്ചു കഴിഞ്ഞാൽ എന്താ അറിയില്ല ഒരു ഉഷാറാണ്. അപ്പോൾ ആ വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തുടങ്ങുള്ളൂ. രാവിലത്തെ ഒരു തുടക്കം എൻ്റെത് അങ്ങനെയാണ്. പിന്നെ ഇതാ ഈ ജനവാതിലൊക്കെ വേഗം തുറന്നിടണം, അല്ലെങ്കിൽ ഒരു ശ്വാസം കിട്ടാത്ത പോലെയാണ്. ഇപ്പോൾ നല്ലോണം നേരെ വൈകിക്കാണ് എണീക്കാൻ. പിന്നെ മക്കൾക്ക് സ്കൂളും മദ്രസ അങ്ങനെയൊന്നും ഇല്ലല്ലോ, വെക്കേഷൻ ആയതുകൊണ്ട് അവരും കിടന്നുറങ്ങാണ്. അപ്പോൾ നമ്മളും കിടന്നുറങ്ങും. അതിനെ കുറച്ച് നേരം വൈകിപ്പോയി. പിന്നെ ഈ വാതിൽ തുറന്ന് ഒന്ന് ബാൽക്കണിയിൽ പോയിട്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് പോകുള്ളൂ. ഇവിടെ ഇരുന്ന് കുറച്ച് ഒരു ശുദ്ധവായൊക്കെ കൊണ്ട് ഒരു പോസിറ്റീവ് എനർജിയൊക്കെ കിട്ടിയതിന് ശേഷം ഒന്ന് അടുക്കളയിലേക്ക് പോകും. അപ്പോൾ ഇതാ ഇന്ന് ഞാൻ പച്ചരി ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ചോറും പച്ചരിയും കൂടിയൊക്കെ അടിച്ചിട്ട് സാധാ ഒരു ദോശയാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കിയത്. പിന്നെ തലേന്നത്തെ ഒരു ഇറച്ചിക്കറി ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ട് ആണ് ഇന്നത്തെ വേഗം ആരംഭം. അതുകൊണ്ടാണ് കുറച്ച് ഉറങ്ങിയത്. അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും കറി വെക്കണം ഇവിടെ. ഫസ്റ്റ് ഫ്രഷ് കറി തന്നെ ഉണ്ടാക്കണം. തലേന്നത്തെ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല. ഇറച്ചിക്കറി ആയതുകൊണ്ട് അത് ഉണ്ടല്ലോ എന്നുള്ളതിലാണ് കിടന്നുറങ്ങിയത്. അപ്പം വേഗം ചായ കുടിക്കട്ടെ. കൊണ്ട് വേഗം ചോറിൻ്റെ പണിയൊക്കെ നോക്കണം. അപ്പം വേഗം ചായ കൂടി കഴിക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇതാ ഞാൻ കുക്കറിലാണ് ചോറൊക്കെ വെച്ചത്. കുക്കറിൽ മറ്റേ വേവുള്ള അരിയാവുമ്പോൾ കുക്കറിൽ വെച്ചാൽ നല്ല സോഫ്റ്റ് ആവില്ല. ഇവിടെ ഷാക്കും മോനിക്കൊക്കെ കുറച്ച് ചോറ് വേവണം. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഞാൻ ഈ നോമ്പിനൊക്കെ നമ്മൾ ചോറ് ഇപ്പോൾ കുറേ ആയി കഴിച്ചിട്ട്, നോമ്പിന് ഒരു 10 ദിവസം വെച്ചിട്ടുണ്ടാവുള്ളൂ ചോറ്. പിന്നെയൊക്കെ അത്താഴത്തിന് അവിൽ വെള്ളം അങ്ങനെയൊക്കെയാണ് കഴിക്കൽ, അല്ലെങ്കിൽ പത്തിരിയൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. പിന്നെ ചോറ് കഴിച്ചിട്ട് ഇപ്പോൾ കുറേ ആയി എന്ന് തന്നെ പറയാം. കാരണം ബിരിയാണി, നെയ്ച്ചോറ് ഒക്കെ അല്ലേ നോൺ വെജ് അങ്ങനെ. അപ്പം ഇന്ന് ഞാൻ ഒരു നല്ല പച്ചക്കറി ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു. ഇളവ ഉണ്ടായിരുന്നു. അപ്പം ആ പണി വേഗം ഒന്ന് സ്പീഡിൽ എടുക്കാമെന്ന് വിചാരിച്ചു. മാസമായല്ലോ ഈ ചോറിൻ്റെ പരിപാടിയൊക്കെ എടുത്തിട്ട്. അപ്പം ഒരു തപ്പിപ്പഴമുണ്ട് എന്തായാലും. അതുപോലെ സ്പീഡിൽ ഇതെടുക്കണം, എങ്ങനെ എടുക്കണം എന്നൊക്കെ ഉള്ളൊരു എന്തായാലും ഒരു തപ്പിപ്പഴവ് പെട്ടെന്ന് കഴിയണില്ല. അപ്പം നോക്കിയിട്ട് കാര്യമില്ല അടിച്ചിട്ട് വേഗം ഈ പണിയിലേക്ക് തന്നെ അവിടെ ഇറങ്ങി പുറപ്പെട്ട്. ശരിയാവില്ല, വേഗം എടുക്കാം, വേഗം സ്പീഡിൽ ഓരോന്ന് നോക്കി എന്നാലും ഒരു സ്ലോ ഉണ്ട്. പിന്നെ നമുക്കിന്ന് മീൻ കിട്ടിയില്ല. മീനല്ല കിട്ടിയത്, മീനിൻ്റെ തലാണ്. ഇത് അയക്കോറൻ്റെ തലാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് നല്ലോണം മുളകിടാമെന്ന്. അതിന് ഉള്ളി തക്കാളി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് കാശ്മീരി മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് നന്നായിട്ട് നല്ലോണം പച്ചമണം മാറുന്ന വരെ നല്ലോണം വഴറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് പുളിവെള്ളമാണ് ഞാൻ ഒഴിച്ചത്. ഈ പുളിവെള്ളം മാത്രമേ ഉള്ളൂ, ഈ വെള്ളം ചേർത്തിട്ടേ ഇല്ല. പിന്നെ ഈ ഒന്നായിട്ട് ഇതിൻ്റെ തല കെട്ടിട്ട് ഒന്നായിട്ട് മിക്സാക്കിയാണ്. അതൊന്ന് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചാൽ ഇതിൽ നിന്ന് തന്നെ നല്ലോണം വെള്ളം വരും. അപ്പം നല്ല ആവശ്യത്തിന് വെള്ളം ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം മൂടി വെച്ചാൽ ഇതുപോലെ കിട്ടും. നല്ല ടേസ്റ്റാണ് അതിൻ്റെ തല കറി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി ക്ലീനിങ് സെക്ഷനാണ്. പിന്നെ ഇതൊന്നും ഞാൻ അറിയാത്തൊരു പണിയാണ്. ഞാൻ അറിയാത്തതെന്നല്ല, ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഈ പരിപാടിക്കൊന്നും നിൽക്കലില്ല. പിന്നെ വിരലിനത് തട്ടിയപ്പോൾ മോൾ തന്നെയാണല്ലോ സ്ഥിരം ഇതൊക്കെ എടുക്കൽ. ഇപ്പോൾ ചൂലൊക്കെ തൊട്ടിട്ട് കുറേ കാലമായി. ഈ പരിപാടിയൊക്കെ മോൾ ചെയ്യും. അവൾ നല്ല വൃത്തിയിൽ തന്നെയാണ് എടുക്കൽ. അപ്പം ഞാൻ ഈ പരിപാടി ഇപ്പോൾ എടുത്തിട്ടെന്ന് വെച്ചാൽ മോൾക്ക് സ്കൂളും ഇല്ല, ഇങ്ങനെ കൈക്ക് വിരലൊന്നും തട്ടാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ എവിടെയെങ്കിലും തട്ടിപ്പോയാലൊക്കെ എനിക്ക് 6 മാസമൊക്കെ റെസ്റ്റ് പറഞ്ഞതിനോണ്ട് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ എടുക്കാറില്ല. മോള് എടുക്കുന്നതിനോണ്ട് ഞാനിതൊന്നും അറിയലില്ല. അപ്പോൾ ഞാനൊന്ന് ഈ വലത് കൈ കൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഞാൻ വലത് ഒരു സപ്പോർട്ടിങ് കൊടുക്കുന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് ഇടതിന് വലിയ എയിമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ എടുത്തിപ്പോൾ എനിക്ക് ഒരുവിധം ഒരു എയിമായി വന്നു. ഈ ചൂലൊക്കെ തൊടാനൊക്കെ എനിക്ക് വലത് കൈ കൊണ്ടൊന്നും അടിച്ചാരാൻ പറ്റില്ല. പക്ഷേ ഇടത് കൈ കൊണ്ടാണ് ഇപ്പോൾ ഞാൻ എയിമാക്കി അങ്ങനെ എടുത്ത് ഇപ്പോൾ ഈ ചെയ്യുന്നതൊക്കെ ഞാൻ ഇടത് കൈ കൊണ്ടാണ്. പക്ഷേ വലത് കൈ കൊണ്ട് ചെയ്യുന്ന പോലെ ഉണ്ടാവും ക്യാമറയിൽ.
മോളില്ല ഇവിടെ. മോള് ഉപ്പൻ്റെ വീട്ടിൽ പെരുന്നാളായിട്ട് 2 ദിവസം നിൽക്കാൻ പോയതാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്തായാലും ഒരു വിധമൊക്കെ ഞാൻ ഒപ്പിച്ച് നേരം വൈകിട്ടാണ് എണീറ്റെങ്കിലും കൂടിയിട്ട് 12:30 ആകുമ്പോഴേക്കും എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞു. പിന്നെ ഞാൻ കുളിച്ച് നിസ്കരിക്കാൻ നിന്നു. അതിനുശേഷം ഫുഡ് കഴിക്കാൻ നിന്നപ്പോൾ ഉപ്പയും മോനും ഇല്ല. മോനിക്ക് ഫ്രണ്ട്സുകളെ കൂടെ അവിടെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞ് പിന്നെ ഉപ്പയും അതുപോലെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഞാനും എൻ്റെ ഉമ്മയും മാത്രമേ ഉള്ളൂ. നമ്മളതൊക്കെ കഴിച്ചു. പിന്നെ ഞാൻ ഒന്ന് ടി വി തുറന്ന് നോക്കിയാണ്. എക്സാമും നോമ്പൊക്കെ അല്ലായിരുന്നോ, 2 മാസമായി ടി വി തുറന്ന് നോക്കിയിട്ട്. അപ്പോൾ എന്താ സ്ഥിതി അറിയാൻ വേണ്ടിയിട്ടൊന്ന് തുറന്ന് നോക്കിയതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരോടും ബായ്.